Welcome back, students, to the chapter Chemical Bonding and Molecular Structure. So in the last class, we were dealing with the parameters of bond, and there we have seen what a lattice is, and also we have seen lattice enthalpy. Now we are moving on to the next bond parameter, and that is bond angle. So what is a bond angle? So generally we know that these molecules, certain molecules have one bond, and certain molecules we have seen that it has more than one bond. If there is more than one bond, if there is only one bond, this does not apply. If there is more than one bond, clear? If there is more than one, for example, let us consider boron trichloride. Boron chloride in this molecule, so it is called either boron trichloride or boron chloride. You can see that in the center we have boron and 3 Cl atoms are surrounding it. Centerൽ we have centerൽ നമുക്കുള്ളത് ഏതാണ്? ബോറോൺ. അതിനു ചുറ്റും 3 ക്ലോറൈഡ് ആറ്റംസ്. ഓരോന്നിനും ഓരോ ബോണ്ട് ഉണ്ട്. ബോറോൺ ഓരോ ക്ലോറിനുമായിട്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? ഹാസ് ഫോംഡ് ബോണ്ട്. ഈ ഒരു മോളിക്യൂള് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. We have learned this as an example for incomplete octet, അല്ലേ? കോസൽ-ലെവിസ് അപ്രോച്ചിൻ്റെ ഒരു എന്താ പറയുക ഡ്രോബാക്ക് ആണ് that this molecule is stable even though boron is not having that octet. അതിനെ നമ്മൾ വിളിക്കുക incomplete octet. ബോറോൺ ആകെ 6 പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളൂ. സിൻസ് still it is stable. ക്ലിയർ ആയി? അപ്പം ഈ മോളിക്യൂൾ എടുക്കുക. ഈ മോളിക്യൂളിന് എത്ര ബോണ്ട് ഉണ്ട്? 3 സിംഗിൾ ബോണ്ട് ഉണ്ട്. 2 അഡ്ജസൻറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബോണ്ടും ഈ ബോണ്ടും. 2 അഡ്ജസൻറ്റ് ബോണ്ടുകൾ നമ്മളൊരു പ്ലെയിനിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഇടയിലുള്ള ആംഗിൾ, വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ബോണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബോണ്ട് ആംഗിൾ. ക്ലിയർ ആയി? സോ ഇമാജിൻ ദാറ്റ് ഐ ഹാവ് ഡ്രോൺ ദിസ് മോളിക്യൂൾ ഇൻ ദിസ് പേപ്പർ. ഈ ഒരു പേപ്പറിലാണ്, നമ്മുടെ സ്ക്രീനിലൊരു പേപ്പറിലാണ് ഞാൻ ഈ ബോണ്ട് വരച്ചിരിക്കുന്നതെങ്കിൽ, സോ വാട്ട് ഈസ് ദി ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 ബോണ്ട്സ്? ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 ബോണ്ട്സ്, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ബോണ്ട് ആംഗിൾ. സോ ഫ്രം ദിസ്, സിൻസ് വി ഹാവ് ലേൺഡ് ഇൻ മാത്സ് അബൌട്ട് ദി ജോമെട്രി, എത്രയാണ് ബോണ്ട് ആംഗിൾ? 120 ഡിഗ്രി. ഇത് 120 ഡിഗ്രിയാണ് ഈ മോളിക്യൂളിൽ, ഇതും 120 ഡിഗ്രിയാണ്, ഈ ബോണ്ടും 120 ഡിഗ്രിയാണ്, വിച്ച് വിൽ മേക്ക് ടോട്ടൽ ഓഫ് 360 ഡിഗ്രി. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3. കാരണം എന്താണ്? നമുക്ക് 3 ബോണ്ട് ആംഗിൾ കിട്ടും ഇവിടെ. ഒന്ന് ഈ ബോണ്ട്, മറ്റൊന്ന് ഈ ബോണ്ട്, മറ്റൊന്ന് ഈ ബോണ്ട്. ഓൾ ആർ സെയിം. കാരണം എല്ലാതും എന്താണ്? BCl ബോണ്ടുകളാണ്. ക്ലിയർ? സോ the total bond angle will be 360, so one bond will be 120. നമുക്ക് പഠിക്കാനുള്ളത് എന്താ? What is bond angle? Bond angle എന്ന് പറഞ്ഞാൽ എന്താ definition? So if you are taking next molecule for example, what is the definition for bond angle? Adjacent ആയി നിൽക്കുന്ന ബോണ്ടുകളുടെ ആംഗിൾ, അവരുടെ ഇടയിലുള്ള ആംഗിൾ. So here we have only 2 bonds. Another example for the exemption. ഏതിനുള്ള എക്സംഷൻ ആണ്? നമ്മുടെ കോസൽ-ലെവിസ് അപ്രോച്ചിൻ്റെ ഒരു എക്സംഷൻ. ഇവിടെ ബെറിലിയമാണ് സെൻറ്ററിൽ നിൽക്കുന്നത്. ബെറിലിയത്തിന് ഡസ് നോട്ട് ഹാവ് ദി ഓക്ടറ്റ്, സ്റ്റിൽ ദ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. സോ ദിസ് ഈസ് അനദർ ഇൻകംപ്ലീറ്റ് ഓക്ടറ്റ്. ക്ലിയർ? ഇനി 2 ബോണ്ട് ഉണ്ട്. 2 ബോണ്ടിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. നൗ ഇഫ് ഐ ആം കൺസിഡറിങ് എ മോളിക്യൂൾ ദാറ്റ് ഹാസ് ഓക്ടറ്റ്, ഒരു മോളിക്യൂൾ എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ മീഥെയിൻ. മീഥെയിന് we have studied that its formula is CH4. In the center we have carbon and we have 4 hydrogen atoms. നമ്മളിത് കൺസിഡർ ചെയ്യണമെങ്കിൽ it is like a tripod stand. Tripod stand നിങ്ങൾ കെമിസ്ട്രി ലാബിൽ കണ്ടു കാണും in your lower classes. It has 3 legs. Equally distanced ആയിട്ടുള്ള 3 legs ഉണ്ടായിരിക്കും. And if there is one leg on to the top, ഒരു ആൻറ്റിന പോലൊരു ഇതേമാതിരി തന്നെ ഒരു ലെഗ് ഉണ്ടെന്ന് വിചാരിക്കുക. Clear? So they are all equally distanced. ഒരു 3-dimensional figure I have tried to show it in a 2-dimensional screen. Clear ആയി? അപ്പം this leg will be towards the front,
both these like this will be to the hind part, and this will be almost in the on the plane of the screen, and this also on the plane of the screen. അങ്ങനെ വരുമ്പം ഇവിടെ ബോണ്ട് ആംഗിൾ എത്രയാണ്? ഇവിടെയും നമുക്ക് അഡ്ജസൻറ്റ് ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ ഒന്നല്ലെങ്കിൽ ഈ ആംഗിൾ അല്ലെങ്കിൽ ഈ ആംഗിൾ, otherwise this angle or this angle, and it is 109.5 degree. Clear? അപ്പം അഡ്ജസൻറ്റ് ബോണ്ടുകൾ ഇതാണ് ഡെഫിനിഷൻ. സോ ലെറ്റ് us see, bond angle is the angle between two adjacent bonding pairs around the central atom in a molecule or complex ion. So this is the parameter called as bond angle. So whenever a molecule is having more than one bond, രണ്ടിൽ കൂടുതൽ ടൈപ്പ് കോവലന്റ് ബോണ്ടുകൾ വേണം, അല്ലെങ്കിൽ ഒരാറ്റത്തിനിടയിൽ രണ്ട് ബോണ്ട് പറ്റില്ല. ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 atoms and 2 bonds. ക്ലിയർ? അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ബോണ്ട് ആംഗിൾ. ഇഫ് ദർ ഇസ് ഓൺലി ദീസ് 2 atoms, ഇത് രണ്ട് മാത്രമുള്ളൂ എന്ന് വിചാരിക്കുക എങ്കിൽ നമുക്ക് ബോണ്ട് ആംഗിൾ അളക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് ലീനിയർ. ക്ലിയർ? അപ്പം രണ്ടിൽ കൂടുതൽ ബോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോണ്ട് ആംഗിൾ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ബോണ്ട് പെയർ. ദാറ്റ്സ് വാട്ട്, 2 അഡ്ജസൻറ്റ് ബോണ്ട് പെയർ എങ്കിലും ഉണ്ടാവണം, എന്നാലേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ബോണ്ട് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, so that's all about bond angle. We are moving on to the next parameter, that is bond length. നമ്മൾ already bond length നെ കുറിച്ച് we have learned this in the previous chapter when we were seeing the chemical properties. So ionic bond length എന്തായിരുന്നു? we know what is an ionic bond is, അല്ലേ? Na പ്ലസും Cl മൈനസും കൂടി കമ്പൈൻ ചെയ്യാം, and this is negatively charged ion, this is positively charged ion, and both has the nucleus. The distance between the nucleus is called bond length. Clear? Distance തമ്മിലുള്ള ഈ രണ്ട് ന്യൂക്ലിയസ്, രണ്ട് ആറ്റം ആരാണോ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ആ രണ്ട് ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. whoever it has formed a bond, the distance between the nuclei of that bonded atoms or ions, in this case it is ions, distance between the nuclei of the two ion is known as the ionic bond length. അപ്പം ഇതിനെയാണ് ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുക. ആൻഡ് ഇൻ ദി കേസ് ഓഫ് കോവാലന്റ് ബോണ്ട് ലെങ്ത് ആണെങ്കിലോ, ഇൻ കോവാലന്റ് കോമ്പൗണ്ട്സ് കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് ക്ലോറിൻ ആയിരുന്നു. ഇഫ് ഇറ്റ് ഈസ് ക്ലോറിൻ, again they are sharing a pair of electron, that's why we call it as covalent bond. ഈ ബോണ്ടിന്റെ ലെങ്ത് എങ്ങനെയാണ് അളക്കുക? സോ whenever a bond is formed, again there will be 2 nucleus sharing that pair of electron, അല്ലേ? ആ pair of electron ഷെയർ ചെയ്യുന്ന രണ്ട് ന്യൂക്ലിയസുകൾ ഉണ്ടാവും. സോ the distance between the nucleus is considered as the bond length. And now the third one, when it comes to the metallic bond, we have seen what metallic bond is. Metallic bond എന്തായിരുന്നു? So in the metals, the valence electrons are free to move. ആ valence electrons ആണ് moving here. This is the valence electrons that is moving inside the metal, and inside the metal the core electrons and the nucleus will be static. ഇത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് പോലെ they will stand here, and the valence electrons will roam around, and this is called the metallic bonding. Again we have 2 nucleus that is static, so the distance between those nuclei is called as bond length. അപ്പം ഓരോന്നിൻ്റെ കേസിലും അയോണിക് ബോണ്ട് ആയാലും കോവാലന്റ് ബോണ്ട് ആയാലും മെറ്റാലിക് ബോണ്ട് ആയാലും ദി അഡ്ജസൻറ്റ് ന്യൂക്ലിയൈ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സാധാരണ എന്തെന്ന് വിളിക്കുക? ഈസ് നോൺ ആസ് ദി ബോണ്ട് ലെങ്ത്. സോ ലെറ്റ് us see the definition of bond length is the distance between the nuclei of the bonded atoms. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് between the nuclei of the bonded atoms. Clear? So that is the bond length. There is still another bond that is in the noble gases. Noble gases cannot form ionic, or it cannot form covalent, neither it can form metallic. അപ്പം ഈ ബോണ്ടൊന്നും വാൻഡർവാൾസിന് ഫോം ചെയ്യാൻ പറ്റില്ല. വാൻഡർവാൾ can form only noble gases can form only van der Waal bonds. വാൻ ഡെർ വാൾ ബോണ്ട് മാത്രമാണ് നോബിൾ ഗ്യാസിന് ഫോം ചെയ്യാൻ പറ്റുക. അപ്പം നോബിൾ ഗ്യാസിൻ്റെ കേസിൽ ഏത് ബോണ്ട് ലെങ്ത് എടുക്കുക? വാൻ ഡെർ വാൾ ബോണ്ട് ലെങ്ത്. Clear? So I have not mentioned that here.
because it is not that important. What is important is the bond length of the ionic compounds, covalent compounds and metallic bonds. Clear? And of metals. അപ്പം ഇത്രയും കാര്യങ്ങളാണ് bond length. Now we will see a table to see the stability, to compare the stability of compounds and bond length. നമുക്ക് സ്റ്റെബിലിറ്റിയും ഒരു കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയും അതിൻ്റെ ബോണ്ട് ലെങ്ത് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും നോക്കാം. So in the next slide we will see that. Bond length and stability. Okay, so here is a chart. ഈ ചാർട്ടിൽ what is given is bond length of the molecule hydrogen, bond length of the molecule fluorine, bond length of the molecule chlorine, bond length of the molecule bromine, iodine, nitrogen, oxygen. So what is the bond length? It is given in picometer. Picometer means it is meter into 10 raised to minus 12. Picometer എന്ന് പറഞ്ഞാൽ 10 raised to minus 12. So means 74 into 10 raised to minus 12. Extremely small value ആണ്. So hydrogen is having 74, fluorine is having 144 picometer, chlorine 199. So the values are given here. Clear? Now the topic is bond length and stability. If you are comparing the stability of molecules here, so let us compare the stability of molecules from the same group: fluorine, chlorine, bromine, iodine. Fluorine, chlorine, bromine and iodine. They are halogens. Halogens in stability ഒന്ന് നമുക്ക് compare ചെയ്യാം. If you are comparing the stability of halogens, what we will get? Iodine is the least stable one. Iodine is the least stable one. പിന്നെ ആരാണ് stable? Bromine. And the most stable is, after chlorine, it is fluorine. So the most stable is fluorine. Then as we go down the group, stability decreases among the elements of halogen. Halogens in the elements. ഇതാണ് halogens elements: fluorine, chlorine, bromine and iodine. ഏറ്റവും സ്റ്റേബിൾ ഫ്ലൂറിൻ ആണ്. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി കണ്ടു. ഏറ്റവും സ്റ്റെബിലിറ്റി, the most stable is fluorine. Now coming back to the bond length, which is having more bond length? The one that is having least stability. So bond length കൂടുതലുള്ള അയോഡിൻ ആണ് സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. So bond length when it is maximum, stability is minimum. And you can see when you go up, bond length decreases and the stability increases. So if I am comparing the bond length of halogens from the table, you can see the halogens are here. Bond length is increasing down the group and the stability is decreasing down the group. Clear? അപ്പം stability ഏറ്റവും കൂടുതൽ bond length ആർക്കാണ്? അയോഡിൻ ആണ്. എന്നാൽ ഏറ്റവും കുറവ് stability ആർക്കാണ്? അയോഡിൻ ആണ്. So how can you relate stability and bond length? Bond length can be related in this way. Both stability and bond length are inversely proportional. So bond length കൂടി കഴിഞ്ഞാൽ stability കുറയും. Bond length കുറഞ്ഞു കഴിഞ്ഞാൽ stability increase ചെയ്യും. Clear? So this is the relationship between bond length and stability. So we have seen bond length down the group. ഒരു ഗ്രൂപ്പിന് താഴേക്ക് വരുമ്പോൾ bond length we have seen that it is increasing. അല്ലേ? Now what we are going to see is bond length of elements across the period. Bond length എന്തുണ്ടാവുക across the period? This is what we are going to see. So again I have the same table and I am going to pick the elements across the period. So which are those are, we have oxygen here, nitrogen and fluorine. So what is the order? We have nitrogen first, that is from group 15. From group 16 we have oxygen, and group 17 we have fluorine. What is expected is that we know the atomic size decreases, but when you look into the elements, the elemental form of these atoms, you can see that it is the other way around. Bond length is actually increasing. So nitrogen bond length is quite small,
Then there is an increase for oxygen, and ultimately fluorine, its element, has the highest bond length. അല്ലേ? നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ വി ഹാവ് സീൻ അറ്റോമിക് സൈസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഓക്സിജനേക്കാൾ കൂടുതലാണ്, നൈട്രജനേക്കാൾ കുറവാണ് ഓക്സിജന്, ഓക്സിജനേക്കാൾ കുറവാണ് ഇതിന് ഫ്ലൂറിന്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എലമെന്റ്സ് യു ക്യാൻ സീ ദാറ്റ് the order is the other way. That is, fluorine is having maximum, elemental fluorine is having maximum size or maximum bond length, whereas nitrogen and oxygen is. So why is it so? So what is the order? നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ what is the order? Order is like this: fluorine is having maximum with 144, then oxygen 121, and then nitrogen, that is 109. ഇങ്ങനെയാണ് ഓർഡർ. ക്ലിയർ? നൗ what is the difference between the elements here in their structure? എലമെന്റ്സിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാം. You can notice one difference. What is that? ഫ്ലൂറിന് സിംഗിൾ ബോണ്ടാണ്, നൈട്രജന് ട്രിപ്പിൾ ബോണ്ടാണ്, ഓക്സിജന് ഡബിൾ ബോണ്ടാണ്. So is there something influencing due to the bond between the atoms? ഈ ബോണ്ടിന്റെ നമ്പറിലുള്ള വ്യത്യാസം, is it influencing this bond length? This is what we want to see. അപ്പം ആദ്യം തന്നെ first of all, the number of bonds between the atoms is called bond order. So number of bonds between two atoms is called bond order. ഈ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? There are 3 bonds between nitrogen atoms. So you can say bond order of chlorine, which has only one bond, is 1. Bond order of oxygen, oxygenന്റെ bond order, oxygen 2 bond ഉണ്ട്, so its bond order is 2. Bond order of nitrogen, nitrogen 3 bond ഉണ്ട്, so its bond order is 3. അപ്പോൾ bond order എന്ന് പറഞ്ഞാൽ എന്താണ്? What is bond order? It is the number of bonds between two atoms. 2 ആറ്റങ്ങളുടെ ഇടയിലുള്ള number of bonds. Clear? And we have seen the examples. ഇനി is there an influence of bond order in this bond length? ഈ bond length ഇതുപോലെ ട്രെൻഡ് കാണിക്കുന്നതിന് is there an influence? That is the question. So does bond order influences the bond length? അങ്ങനെ bond order influence ചെയ്യുന്നുണ്ടെങ്കിൽ we can say that we can justify this order. Let us see this in the next slide with few examples. So bond length and bond order. In order to find the relationship between bond length and bond order, bond length ഉം bond order തമ്മിലുള്ള relationship കണ്ടുപിടിക്കാൻ I am using another table. You can see the table here, and I am going to try to find out whether bond order has anything to do with bond length. Number of bonds എന്തെങ്കിലും ഉണ്ടോ? അതിനുവേണ്ടി first what I want to do is I want to find out same type of atoms with different number of bonds. For example എടുക്കാം, CN. Let us look an example. So I will just highlight, so you can see here it is CN bond, but there is only a single bond. Here there is the same CN, but there is double bond. Here there is triple bond between CN. അപ്പം ഇത് പല മോളിക്യൂൾസിലും വരുന്ന ബോണ്ടുകളാണ്. But for this bond, here we have single bond, here we have double bond, and here we have triple bond. And in this list they are showing their specific bond length. So you can see single bond ആണെങ്കിൽ if it is single bond, bond length is 143 picometer. When the number of bond increased, same atoms, but when number of bond increased, what happened? അതിൻ്റെ bond length കുറഞ്ഞു. Bond length has decreased. Again further, when the number of bond increased, bond order increased, വീണ്ടും എന്ത് ചെയ്തു? Has decreased. So definitely there is an influence. Let us look another example in this. So here the bond order is CN is the least, C double bond N has more, and C triple bond which has further more bond order, and hence their bond length is in the order that bond length is maximum for CN and minimum for C triple bond N. Clear?
minimum for triple bond N. Now we are looking into another examples. So here CC bond. So same atom is having here 1 bond, here 2 bond, and here 3 bond. And if you're looking again into the order, you can see if it is triple bond ആണെങ്കിൽ bond order 3 ആണെങ്കിൽ 120, bond order 2 ഉള്ളതെന്നുണ്ടെങ്കിൽ if it is only 2, bond length is increasing, and if it is only 1, it is having higher bond length 154. So CC single bond is 154, double bond is 133, and triple bond is 120. Clear? So again the trend is like this. When bond order is increasing, bond order എന്ന് പറഞ്ഞാൽ number of bonds increase ചെയ്യുമ്പോൾ bond length എന്ത് ചെയ്യുന്നു, decrease ചെയ്യുന്നു. So again we have the same bond order or the same pattern. Clear? So conclusion is that bond order is inversely proportional to bond length. Bond order is inversely proportional to bond length. So this is the conclusion that we will arrive from this chart. Clear? So in the last slide we have seen that fluorine is having highest bond length. What was the reason? Because fluorine has only 1 bond, whereas nitrogen has 3 bond, and that's the reason why nitrogen is having lower bond length. Clear? Okay, so in the next part we will see another bond parameters. Thank you.